എപ്പിലെപ്സി അഥവാ അപസ്മാര രോഗം എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒന്നാണ്. ഇത് സ്ത്രീകളുടെ ജീവിതത്തെ വളരെ പ്രതികൂലമായി പല സാഹചര്യങ്ങളിലും ബാധിക്കാറുണ്ട്. എപ്പിലെപ്സി അഥവാ അപസ്മാരമുള്ള രോഗികൾക്ക് കല്യാണം കഴിക്കാൻ സാധിക്കുമോ? കല്യാണം കഴിച്ചാൽ ഇവർ ഗർഭവതികളാകുമോ? ഗർഭിണിയായാൽ തന്നെ ഇവർക്ക് കുട്ടികൾ നോർമലി ഉണ്ടാകുമോ? ഇവർക്ക് കുട്ടികൾ ഉണ്ടായാൽ ഇവർക്ക് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുമോ? ഇത് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വറിയാണ്. എസ്പെഷ്യലി ഒരു 14 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുമുള്ള രോഗികളുടെ മാതാപിതാക്കളെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ നമുക്ക് എപ്പിലെപ്സി വ്യക്തമായി കൺട്രോൾ ചെയ്യാനും ഈ എപ്പിലെപ്സിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഗർഭിണികളിലും കുഞ്ഞുങ്ങളിലും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും വ്യക്തമായ പഠനങ്ങൾ നടക്കുകയും ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവയെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഗർഭവതിയാകുന്ന സമയത്ത് അവളുടെ അപസ്മാര രോഗം നല്ല രീതിയിൽ കൺട്രോളിലിരിക്കുകയാണെങ്കിൽ മിക്ക സാഹചര്യങ്ങളിലും അമ്മയ്ക്കോ കുഞ്ഞിനോ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ പ്രഗ്നൻസി കവർ ചെയ്ത് മുമ്പോട്ട് പോകാനും അതിനുശേഷം അമ്മയ്ക്ക് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാനും സാധിക്കും. ചില മരുന്നുകൾ ഗർഭവതികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളിൽ പ്രശ്നങ്ങൾ കാണാറുണ്ട്. എന്നാൽ തന്നെയും അമ്മയ്ക്ക് ഗർഭധാരണത്തിന് മുമ്പ് ഏത് മരുന്നാണോ ഈ അപസ്മാര രോഗം നന്നായി നിയന്ത്രിക്കാൻ ഉപയോഗിച്ചിരുന്നത് ആ മരുന്ന് തന്നെയാണ് നമ്മൾ സാധാരണ ഗർഭകാലത്തും തുടരുക. ചില മരുന്നുകൾ ഗർഭധാരണ വേളയിൽ അല്ലെങ്കിൽ ഗർഭകാലത്ത് ആ മരുന്നുകളുടെ ലെവലിൽ ശരീരത്തിൻ്റെ അളവ് വ്യത്യാസം വരുന്നത് മൂലം നമ്മൾ ആ ഡോസ് കൂട്ടുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും മിക്ക രോഗികൾക്കും ഒരു നല്ല ഔട്ട്കം ഉണ്ടാവാറുണ്ട്. നമ്മൾ 3 രീതിയിലാണ് ഗർഭാവസ്ഥയെയും അപസ്മാരത്തെയും കണക്ട് ചെയ്യുക. ഒന്ന്, ഗർഭകാലത്ത് അമ്മയ്ക്ക് ഫിറ്റ്സ് വരുന്നുണ്ടോ, അമ്മയ്ക്ക് ഫിറ്റ്സ് വരാനുള്ള റിസ്ക് എത്രയാണ്. 2, ഈ ഗർഭധാരണം സമയത്ത് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം പ്രയാസമുണ്ടാകുന്നു. മൂന്നാമത്തേത്, ആ ഗർഭധാരണം ഉള്ളതുകൊണ്ട് അവരുടെ പ്രഗ്നൻസി ഔട്ട്കം, അതായത് സിസേറിയൻ ആയിരിക്കുമോ, നോർമൽ ഡെലിവറി ആയിരിക്കുമോ, ഇല്ല അബോർഷനിലേക്ക് പോകുമോ, ഇങ്ങനെയുള്ള വരികൾ. ഈ 3 ചോദ്യത്തെ നമുക്ക് 3 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഗർഭധാരണ സമയത്ത് അമ്മ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന വൈറ്റമിൻ സാധാരണയായി കഴിക്കാറുണ്ട്. ഇത് നമ്മൾ അപസ്മാരമുള്ള രോഗികളിൽ ഒരു 3 തൊട്ട് 6 മാസം മുമ്പ് തന്നെ തുടങ്ങാൻ പറയാറുണ്ട്. ഗർഭാവസ്ഥയിൽ ഒരിക്കലും മരുന്ന് മിസ്സാവാതെ കൃത്യമായ അളവിൽ തന്നെ കഴിക്കാൻ നമ്മൾ ഈ അമ്മമാരോട് പറയാറുണ്ട്. അമ്മയ്ക്ക് മരുന്നുകൊണ്ട് കുഞ്ഞിനുണ്ടാകുന്നതിനേക്കാൾ പ്രയാസം അപസ്മാര രോഗം ഗർഭസമയത്ത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനുണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾ അതേ ഡോസിൽ തന്നെ പ്രഗ്നൻസി മുഴുവൻ കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. പ്രഗ്നൻസി സമയത്ത് ഗുളിക കഴിക്കുന്ന അപസ്മാര രോഗത്തിന് മരുന്നെടുക്കുന്ന അമ്മമാരിൽ സാധാരണ ജനത്തേക്കാൾ 2 മുതൽ 4% വരെ റിസ്ക് കൂടുതലാണ് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ. അതായത് സാധാരണ ജനങ്ങളിൽ 100-ൽ 96 പേർക്കും നോർമൽ കുഞ്ഞുങ്ങളുണ്ടാവുമെങ്കിൽ ഈ അപസ്മാര രോഗമുള്ളവരിൽ അത് 100-ൽ 92 അതായത് ഏകദേശം 8 കുഞ്ഞുങ്ങൾക്കാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത. അത് തന്നെ കൃത്യമായ പരിശോധനയിലൂടെയും കൃത്യമായ കണ്ടുപിടുത്തത്തിൽ കൂടെയും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗർഭം അവസാനിക്കുന്ന സമയത്ത് നമുക്ക് സിസേറിയൻ വേണോ അതോ നമുക്ക് നോർമൽ ഡെലിവറി സാധ്യമാണോ, ഇതെല്ലാം ആ അമ്മയുടെയും ആ കുഞ്ഞിൻ്റെയും ഘടനയനുസരിച്ച് ഒരു ഗൈനക്കോളജിസ്റ്റ് തീരുമാനിക്കുന്ന കാര്യമാണ്. അപസ്മാര രോഗത്തിന് അതിൽ കാര്യമായ ഒരു കോൺട്രിബ്യൂഷൻ നടത്താനില്ല. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, അപസ്മാരമുള്ള സ്ത്രീകളിലും പെൺകുട്ടികളിലും ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ടോ അപസ്മാര ചികിത്സ എടുക്കുന്നത് കൊണ്ടോ അവർക്ക് ഭാവി കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലോ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കോ കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നും മറ്റേതൊരു സ്ത്രീയെയും പോലെ ഇവർക്കും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്.